ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ യാത്രയുടെ 4ാമത്തെ ദിവസം നമ്മൾ രാജസ്ഥാനിലുള്ള ജയ്പൂർ എത്തിയിരിക്കുകയാണ്. ദ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഈ ഒരു സിറ്റി വളരെ മനോഹരമാണ്. ഇവിടുത്തെ ബിൽഡിങ്സ് ആണെങ്കിലും പെയിൻറ്റിങ്സ് ആണെങ്കിലും ലൈറ്റിംഗ് ഒക്കെ അവർ വളരെ മനോഹരമായിട്ടാണ് അവരത് മാനേജ് ചെയ്തിരിക്കുന്നത്. വളരെ അടിപൊളി ഒരു സിറ്റി എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ നമ്മൾ ഇന്നിവിടെ ഡ്രോപ്പ് ചെയ്യുകയാണ്. പുള്ളി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി മറ്റൊരു സിറ്റിയിലേക്ക് പോവുകയാണ്. ബസ് മാർഗമാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. നമ്മൾ അദ്ദേഹത്തെ അവിടെ ഇറക്കിയിട്ട് നമ്മുടെ യാത്ര വീണ്ടും നമ്മൾ മുൻപോട്ട് തുടരുകയാണ്. അപ്പോൾ ഇവിടെ ഒരു 2-3 മണിക്കൂർ എടുത്തു നമ്മൾ ഈ സിറ്റി ട്രാഫിക്കിൽ നിന്നൊന്ന് പുറത്തിറങ്ങാൻ. വളരെ ഭയങ്കര ട്രാഫിക്കുള്ളൊരു സിറ്റി ആയിരുന്നു ഇവിടെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി നമ്മൾ ഇനി ഒരു ചായ കുടിക്കാം എന്നുള്ളൊരു പ്ലാനിൽ ഒരു കടയിൽ കയറി ചായ കുടിച്ചു. അന്നേരമാണ് അവിടെ കപ്പുകളിലാണ് ഇവിടെ ചായ തരുന്നത്. ഇത് ഡിസ്പോസിബിൾ കപ്പുകളാണ്. ഉപയോഗിച്ചതിന് ശേഷം ഇത് അവർ കളയുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ വളരെ നല്ലൊരു ചായയൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ പഞ്ചാബ് ഹരിയാന ലക്ഷ്യമാക്കി മുൻപോട്ട് പോയി. പക്ഷേ ആ യാത്ര അധികം മുൻപോട്ട് പോകാൻ സാധിച്ചില്ല. കാര്യം ഭയങ്കര ഫോഗ് കാരണം നമുക്ക് ഒട്ടും വിസിബിലിറ്റി ഇല്ലായിരുന്നു. നമുക്ക് തൊട്ട് മുമ്പുള്ള ആരാന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങളൊരു വണ്ടി ഒരു സൈഡിൽ ഒതുക്കി അന്ന് രാത്രി നമ്മൾ വാഹനത്തിൽ തന്നെയാണ് കഴിച്ചു കൂട്ടിയത്. അങ്ങനെ രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്ത് രാവിലെ എഴുന്നേറ്റ്, പക്ഷേ ഇതേ പ്രശ്നമായതുകൊണ്ട് വീണ്ടും നമ്മൾ വണ്ടി മുൻപോട്ട് പോകാൻ പറ്റിയില്ല. ഇതൊരു 8-9 മണി, രാവിലെ ഒരു 9 മണിക്ക് ശേഷമുള്ള കാഴ്ചയാണ്. അപ്പോഴും മഞ്ഞ് നമുക്ക് വലിയ വിസിബിലിറ്റി ഇല്ല. എങ്കിലും നമ്മൾ ഫോർ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ഹസാർഡ് ലൈറ്റൊക്കെ ഇട്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഇവിടെ ഒന്ന് തെളിഞ്ഞ് കാണണമെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണി 1 മണി ആയ ശേഷം മാത്രമേ റോഡ് നല്ല വിസിബിലിറ്റി വരൂ. അങ്ങനെ വീണ്ടും ഞങ്ങൾ മുൻപോട്ട് പോയി. ഹരിയാന പഞ്ചാബ് ലക്ഷ്യമാക്കി മുൻപോട്ട് പോയി. പോകുന്ന വഴിക്കൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു കടയിൽ കയറി. അപ്പം നമുക്ക് പഴയ പോലെ റൊട്ടിയൊന്നും ഇവിടെ ഇനി അത്ര സുലഭമായിട്ട് കിട്ടത്തില്ല. ഇവിടെ കൂടുതലും മാഗീസ് അല്ലെങ്കിൽ ബ്രെഡ് റോസ്റ്റൊക്കെയാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്. ചായ മസ്റ്റാണ്. കാര്യം ചൂട് ചായ ഇല്ലെങ്കിൽ തൊണ്ടയ്ക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയി തുടങ്ങി. നമ്മൾ ഇത്രയും തണുപ്പത്തോട്ട് പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ ശാരീരിക പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ശ്രീനഗറിനെ ലക്ഷ്യമാക്കി മുൻപോട്ട് പോവുകയാണ്. അപ്പം ഈ കാണുന്ന ഈ ഒരു 2 മലകളെ യോജിപ്പിക്കുന്ന ഈ ഒരു പാലത്തിന് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊരു 5 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് ഈ തൂണുകൾക്ക്. അപ്പം ഇത് റെയിൽ പാളമാണ്. 2 മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽ പാളമാണിത്. അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇന്ന് രാത്രി ഉധംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ശ്രീനഗറിൽ നിന്ന് ഒരു 200 കിലോമീറ്റർ പുറകിലുള്ള ഉധംപൂർ എന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിലെത്തി ഞങ്ങൾ റൂം എടുത്തു. നല്ല റൂംസ്, നല്ല ഹോട്ടൽ, നല്ല ഫുഡൊക്കെ ആയിരുന്നു അവിടുത്തെ. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ അടിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ നാളെ, കാശ്മീരി വിശേഷങ്ങളുമായി നാളെ കാണാം. ഓക്കെ, ബൈ.